കടലിൽ നിന്നൊരു പങ്ക്, മലകളിൽ നിന്നൊരു പങ്ക്. ആകാംക്ഷയോടെ, അക്ഷമയോടെ ടോട്ടോച്ചാൻ കാത്തുനിന്നു. കടലിൽ നിന്നും മലകളിൽ നിന്നുമുള്ള വിഭവങ്ങൾ പുറത്തെടുക്കാനുള്ള സമയം ആയി വരുന്നു. കടലിൽ നിന്നൊരു പങ്ക്, മലകളിൽ നിന്നൊരു പങ്ക് എന്നത് കൊബയാഷി മാസ്റ്ററുടെ ഒരു പ്രയോഗമാണ്. നിയന്ത്രിതമായ പോഷകാഹാരത്തെയാണ് മാസ്റ്റർ ഈ പദപ്രയോഗം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ചോറിനോടൊപ്പം കടലിൽ നിന്നൽപ്പം, മലഞ്ചെരുവിൽ നിന്നൽപ്പം ആഹാരങ്ങൾ. സമീകൃതമായ പോഷകാഹാരം കുട്ടികൾക്ക് ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ആഹാരങ്ങൾക്കുപരിയായി മറ്റെന്തെങ്കിലുമൊക്കെ കൂടെ കഴിക്കാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കണം എന്ന സാധാരണ ഉപദേശങ്ങളൊന്നും മാസ്റ്റർ മാതാപിതാക്കൾക്ക് നൽകാറില്ല. പറയുന്നത് ഇത്ര മാത്രം: എന്നും പാത്രത്തിൽ ചോറിനോടൊപ്പം കടലിൽ നിന്നൽപ്പവും മലകളിൽ നിന്നൽപ്പവും കൊടുത്തുവിടണം. മീന്, കൊഞ്ച്, ചിപ്പി, ഞണ്ട് തുടങ്ങിയ മാംസങ്ങളാണ് കടലിൽ നിന്ന് എന്നതുകൊണ്ട് മാസ്റ്റർ ഉദ്ദേശിക്കുന്നത്. മലകളിൽ നിന്നുള്ള വിഭവങ്ങൾ പച്ചക്കറികൾ, ആട്, കോഴി, പന്നി എന്നിങ്ങനെ. സംഗതി ഗൗരവമേറിയതാണ്. പക്ഷേ കൊബയാഷി മാസ്റ്റർ അത് അവതരിപ്പിക്കുന്നത് തികച്ചും ലളിതമായാണ്. മറ്റേത് അധ്യാപകനാണ് ഇത്ര ലളിതമായി ഇങ്ങനെ ഒരു കാര്യം പറയാൻ കഴിയുക? ടോട്ടോയുടെ അമ്മയ്ക്ക് കൊബയാഷി മാസ്റ്ററെ വല്ലാതെ ഇഷ്ടമായി. ഉച്ചഭക്ഷണം തയ്യാറാക്കൽ വാസ്തവത്തിൽ അവർക്ക് മുമ്പത്തേതിലും എളുപ്പമാവുകയാണ് ഉണ്ടായത്. രണ്ടിനത്തിലും പെട്ടത് ഓരോന്ന് പതിവായി ഉണ്ടായിരിക്കണം എന്നത് മാത്രമേ ഉള്ളൂ മാസ്റ്റർക്ക് നിർബന്ധം. അതിന് ഒരുപാട് ചെലവോ മെനക്കേടോ ഇല്ല. ഉദാഹരണത്തിന്, കരയിൽ നിന്നുള്ള ഭക്ഷണം എന്നാൽ കാട്ടുപയറിന്റെ തോരനോ ഒരു ഓംലെറ്റോ മതിയാവും. കടൽ വിഭവമായി ഉണക്കിയ മത്സ്യത്തിന്റെ ഒരു കഷ്ണമാവാം. ഇനി അത്ര തന്നെ വേണമെന്നില്ല. എന്തെങ്കിലും പായലോ കുന്നിൻ ചെരുവിലെ ചീരയോ മതി. ധാരാളം കടലുമായി മലകളുമായി. ഊണിന്റെ സമയമായി. തലേന്നത്തെ പോലെ മാസ്റ്റർ ചോറ്റുപാത്രങ്ങൾക്ക് മുന്നിലെത്തി. ഓരോരുത്തരുടെയും വിഭവങ്ങളിലൂടെ കണ്ണു പായിച്ചുകൊണ്ട് അദ്ദേഹം സാവധാനം നടന്നു. ടോട്ടോച്ചാൻ കൗതുകത്തോടെ, അല്പം ഒരു അസൂയയോടെ മാസ്റ്റർ ശ്രദ്ധിക്കുകയായിരുന്നു. കടലിൽ നിന്നുള്ള പങ്കും മലകളിൽ നിന്നുള്ള പങ്കും എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഓരോ പാത്രങ്ങളായി പരിശോധിച്ചുകൊണ്ട് മാസ്റ്റർ ചോദിച്ചു. അതിത്ര രസകരമാണ്, കൊച്ചു ടോട്ടോ വിചാരിച്ചു. കടലിൽ നിന്നും മലകളിൽ നിന്നും ഓരോരുത്തരും കൊണ്ടുവന്നത് എന്താണ് എന്ന് കാണുക. ഹായ്, മാസ്റ്റർക്ക് എന്ത് രസാ! ചിലപ്പോൾ ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് തിരക്ക് കാരണം വിഭവങ്ങളിൽ ഒന്നേ തയ്യാറാക്കാൻ കഴിഞ്ഞുള്ളൂ എങ്കിലും പ്രശ്നമില്ല. പരിശോധനാ വേളയിൽ മാസ്റ്ററോടൊപ്പം അരയിലൊരു ഏപ്രൺ തിരികെ കെട്ടി 2 കൈയിലും ഓരോ ചട്ടിയുമായി മാസ്റ്ററുടെ ഭാര്യയും ഉണ്ടാവും. ചിലപ്പോൾ ഒരു കുട്ടിയുടെ മുന്നിലെത്തി മാസ്റ്റർ പറഞ്ഞെന്നിരിക്കും, അല്പം കടല്. അവർ ഉടൻ തന്നെ കയ്യിലെ ഒരു ചട്ടി തുറക്കുകയായി നല്ല ചൂടുള്ള മീൻകറിയിൽ നിന്ന് വെന്ത ചിക്കുവ മത്സ്യത്തിന്റെ 2 കഷ്ണങ്ങൾ ചോറ്റുപാത്രത്തിലേക്ക് വിളമ്പും. അല്പം മലകളുടെ പങ്ക് എന്നാണ് മാസ്റ്റർ പറയുന്നത് എങ്കിൽ മറ്റേ കൈയിലെ ചട്ടിയുടെ മൂടി പൊന്തിച്ച് അതിൽ നിന്ന് ഒരു തവി ഉരുളക്കിഴങ്ങ് കറി, 2 മുഴുത്ത കിഴങ്ങിന്റെ കഷ്ണങ്ങളും ഇടും. എനിക്ക് മീൻ ഇഷ്ടമില്ല എന്ന് കുട്ടികൾ ആരും മനസ്സിൽ പോലും പറയാറില്ല. ചിലപ്പോൾ, ഹായ്, ആ കുട്ടിയുടെ പാത്രത്തിലെ എന്തു നല്ല കറികളാ, ഏയ് പാവം, ഈ കുട്ടി കൊണ്ടുവരുന്നത് ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ തോന്നിപ്പോയെന്നിരിക്കാം. കുട്ടികളല്ലേ. പക്ഷേ അപൂർവമായ ആ തോന്നലുകൾ പോലും ആരും ഉറക്കെ പറയാറില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സംഗതി വളരെ ലളിതമാണ്. കടലിലെയും മലകളിലെയും പങ്കുണ്ടോ അവർക്ക് തൃപ്തിയായി, സന്തോഷമായി, ഉത്സാഹത്തോടെ ഊണ് ആരംഭിക്കുകയായി. കടലിൽ നിന്നുള്ള പങ്കിന്റെയും മലകളിൽ നിന്നുള്ള പങ്കിന്റെയും രഹസ്യം മനസ്സിലായതോടെ കൊച്ചു ടോട്ടോയ്ക്ക് സ്വല്പം അങ്കലാപ്പ് തോന്നി. തന്റെ ചോറും കറികളും അമ്മ ധൃതി പിടിച്ച് രാവിലെ ഉണ്ടാക്കിയതാണ്. മാസ്റ്റർക്ക് തൃപ്തിയാകുമോ എന്തോ. ശങ്കയോടെയാണ് ടോട്ടോ പാത്രം തുറന്നത്. പക്ഷേ ടോട്ടോച്ചാന് സന്തോഷമടക്കാനായില്ല. അതിവിശിഷ്ടമായ വിഭവങ്ങൾ ഹോയ് ഹോയ് അവൾ അറിയാതെ അട്ടഹസിച്ചു പോയി. മുട്ട നല്ല മഞ്ഞ നിറത്തിൽ പൊരിച്ചെടുത്തത്, പച്ചപ്പയറ് മെഴുക്കു വരട്ടിയത്, തവിട്ട് ഡെമ്പു, കോട് മത്സ്യത്തിന്റെ പിങ്ക് നിറമുള്ള തോരൻ, എല്ലാം കൂടെ അവളുടെ ചോറ്റുപാത്രത്തിൽ അമ്മ ഒരുക്കിയിരിക്കുന്നത് പൂക്കൾ തിങ്ങിയ ഒരു ഉദ്യാനം പോലെയാണ്. അസലായിട്ടുണ്ടല്ലോ ടോട്ടോച്ചാൻ, മാസ്റ്റർ അഭിനന്ദിച്ചു. അവൾക്ക് ആവേശം കയറി.
ഉവ്വ ഉവ്വ, അമ്മ നല്ല അസലായിട്ട് കറി വയ്ക്കും, അവൾ അഭിമാനത്തോടെ പറഞ്ഞു. ഓ, നന്നായി, അതേതായാലും നന്നായി. അതിരിക്കട്ടെ, ഇതെവിടെ നിന്നാണെന്നറിയാമോ? കടലിൽ നിന്നാണോ മലകളിൽ നിന്നാണോ? ചോറ്റുപാത്രത്തിലെ തവിട്ട് ഡെമ്പുവിലേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മാസ്റ്റർ ചോദിച്ചു. കടലിൽ നിന്നാണോ മലകളിൽ നിന്നാണോ? ടോട്ടോച്ചാന് സംശയമായി. അവൾ സൂക്ഷിച്ചു നോക്കി. തവിട്ട് നിറമാണ്, മണ്ണിന്റെ പോലെ. അപ്പോൾ മലകളിൽ നിന്നുള്ളതാവാം, പക്ഷെ ഉറപ്പില്ല. പിന്നെങ്ങനെ പറയും? തെറ്റിപ്പോയാലോ? എനിക്കറിയില്ല, അവൾ പെട്ടെന്ന് പറഞ്ഞു നിർത്തി. ഡെമ്പു എവിടെ നിന്ന് വന്നതാണ്? കടലിൽ നിന്നോ മലകളിൽ നിന്നോ? മാസ്റ്റർ ഉറക്കെ ചോദിച്ചു. കുട്ടികൾ ആലോചിക്കാൻ തുടങ്ങി. അല്പനേരത്തെ മൗനത്തിന് ശേഷം ഒരാൾ വിളിച്ചു പറഞ്ഞു, കടലിൽ നിന്ന്. മറ്റു ചിലരുടെ അഭിപ്രായം നേരെ തിരിച്ചായിരുന്നു, മലകളിൽ നിന്ന്. പക്ഷെ ആർക്കും ഉറപ്പു പോരാ, സംശയമാണ്. ഞാൻ പറയാം, മാസ്റ്റർ പറഞ്ഞു. ഡെമ്പുവിന്റെ സ്വദേശം കടലാണ്. അതെങ്ങനെയാ മാസ്റ്ററെ? ഒരു തടിയൻ കുട്ടിക്ക് സംശയമായി. മത്സ്യത്തിൽ നിന്നാണ് ഡെമ്പു ഉണ്ടാക്കുന്നത്. അതായത് ഊണുമേശകളുടെ മധ്യത്തായി നിന്നുകൊണ്ട് മാസ്റ്റർ സാവധാനം പറഞ്ഞു തുടങ്ങി. ആദ്യം വെന്ത മീനിന്റെ മുള്ള് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി കുറേശ്ശെ പൊരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയ മീൻ ഉണക്കിയെടുത്ത് മസാല ചേർക്കുന്നു. അപ്പോൾ ഡെമ്പുവായി. ഹോ, കുട്ടികൾ അന്തം വിട്ടുപോയി. ചിലർക്കൊക്കെ ടോട്ടോച്ചാന്റെ ഡെമ്പു ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. ഓ, അതിനെന്താ, ആയിക്കോളൂ, മാസ്റ്റർ പറഞ്ഞു. കുട്ടികൾ മുഴുവനും ടോട്ടോച്ചാന്റെ ഡെമ്പുവിന്റെ ചുറ്റും കൂടി. ചിലർക്കൊക്കെ ഡെമ്പു പരിചയമുണ്ട്, പക്ഷെ അവരുടെയും ആകാംക്ഷയ്ക്ക് ഒട്ടും കുറവുണ്ടായില്ല. അത്തരക്കാർക്ക് അറിയേണ്ടിയിരുന്നത് ടോട്ടോച്ചാന്റെ പാത്രത്തിലെ ഡെമ്പു തങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കുന്നത് പോലെ ആണോ എന്നതാണ്. ശ്വാസം ഉള്ളിലേക്ക് ആഞ്ഞു വലിച്ച് കുട്ടികൾ മണം പിടിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ കൊച്ചു ടോട്ടോയ്ക്ക് ആകെ ഒരു അങ്കലാപ്പ് തോന്നി. ഇത്രയും പേരുടെ മൂക്കിൽ നിന്ന് കാറ്റടിച്ച് ഡെമ്പുവിന്റെ കൊച്ചു കഷ്ണങ്ങൾ പറന്നുപോയാലോ? ടോമോയിലെ ആ ആദ്യ ദിവസത്തെ ഉച്ചഭക്ഷണ വേള ടോട്ടോച്ചാന് ലേശം പരിഭ്രമിച്ചിരുന്നു എന്നത് നേരാണ്. എങ്കിലും അതെത്ര രസകരമായിരുന്നു, എത്ര അത്ഭുതകരമായിരുന്നു. കടലിൽ നിന്നും മലകളിൽ നിന്നുമുള്ള വിഭവങ്ങൾ എന്താണ് എന്ന് അവൾ വിസ്മയത്തോടെ മനസ്സിലാക്കി. ഡെമ്പുവിന്റെ ഉത്ഭവം മത്സ്യത്തിൽ നിന്നാണ് എന്നറിഞ്ഞു. മാത്രമല്ല, കടലിന്റെയും മലകളുടെയും പങ്ക് അമ്മ അവളുടെ പാത്രത്തിൽ വളരെ ശ്രദ്ധാപൂർവം ഒരുക്കിയിരുന്നത് കൊണ്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. എല്ലാം കൊണ്ടും അവൾക്ക് തൃപ്തിയായി. ടോട്ടോച്ചാൻ ഊണ് കഴിക്കാൻ ആരംഭിച്ചു. അതവളെ കൂടുതൽ ആഹ്ലാദ ചിത്തയാക്കി. കാരണം ഒക്കെ അമ്മയുണ്ടാക്കിയത്, അതീവ സ്വാദുറ്റത്. ഇന്നത്തെ ടോട്ടോച്ചാന്റെ ഊണ് വിശേഷങ്ങളിൽ നമ്മൾ കേരളീയർക്ക് തീരെ പരിചയമില്ലാത്ത മീനിന്റെ പേരാണ് ചിക്കുവ. ജപ്പാനിൽ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരുതരം മീനാണിത്. ടോട്ടോച്ചാന്റെ സ്കൂൾ വിശേഷങ്ങളുമായി നമുക്ക് തുടരാം. കേട്ടുകൊണ്ടേയിരിക്കും.